ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഞാൻ ലഞ്ചിന് എന്തായാലും നമ്മൾ സാധാരണ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാറുകറി ഉണ്ടാവും, പിന്നെ ഉപ്പേരി ഉണ്ടാവും. ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈഡിലല്ലാതും ഉപ്പേരി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയുമല്ലോ, എന്തെങ്കിലും ഒരു സൈഡായിട്ട് കഴിക്കാൻ, അല്ലെങ്കിൽ തോരൻ അങ്ങനെ എന്തെങ്കിലും. പിന്നെ മീൻ വറുത്തതോ അല്ലെങ്കിൽ പപ്പടം, മുട്ട, അങ്ങനെ എന്തെങ്കിലും, മുട്ട ഇങ്ങനെ എന്താ പറയാ കുത്തിപ്പൊരിച്ച പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതെന്തെങ്കിലും ഒരു സൈഡ് ഉണ്ടാവും, എന്നാലും മക്കള് ഫുഡ് കഴിക്കുള്ളൂ. ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ കൊടുക്കണമെങ്കിൽ കുറച്ച് പാടാ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ. അപ്പൊ ഇതെന്തെങ്കിലും ഒക്കെ ചെയ്താലാണ് പിന്നെയും അവരൊക്കെ കഴിക്കുള്ളൂ. അപ്പൊ കാലത്തെ എണീറ്റു, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. വേറെ ഓഫീസുകളിൽ ആ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ അത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും കഴിക്കാനായിട്ട് ചാറുകറി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് പരിപ്പും തക്കാളിയും കൂടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാ വെക്കാറുള്ളത്. അപ്പൊ അതിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ പിന്നെ ഇനി എന്തെങ്കിലും സൈഡായിട്ട് കഴിക്കാനായിട്ട് ഒരു ഉപ്പേരി, അങ്ങനെ ഒരു കുറച്ച് ഇതായിട്ട് വേറെ എന്തെങ്കിലും വെക്കാൻ വേണ്ടേ. അപ്പൊ കുറച്ച് ദിവസമായി ഇപ്പൊ നമ്മളിവിടെ കടല വെച്ചിട്ട്, അപ്പം ഇന്ന് കടല വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ കുറച്ച് കടല എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെക്കുന്ന ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കടലക്കറി എങ്ങനെയാ നമ്മൾ വെക്കാന്നുള്ളത്. അപ്പോൾ തലേന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മളത് എടുത്ത് നോക്കുമ്പോഴേക്കും കടലയൊക്കെ നല്ലോണം കുതിർന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഞാനത് സാധാരണ വെക്കാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞാനങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ ആ ഒരു വിസിൽ എത്ര എണ്ണം വന്നു എന്നുള്ള എണ്ണല്ല ഞാൻ നോക്കാറ്. ഞാൻ ഒരു ടൈമാണ്, ഫസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് എന്നുള്ള രീതിയിൽ വയ്ക്കും. അപ്പോൾ അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കടല നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വേവായിട്ടും ഉണ്ടാവും. പിന്നെ കടല വേവിക്കാനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വേണമല്ലോ, അതായത് കടലേക്കാളും കുറച്ച് മേലേക്ക് വേണം വെള്ളത്തിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോന്ന് മാത്രം. അങ്ങനെ കടലൊക്കെ കഴുകിയിട്ട് ഇപ്പൊ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വെക്കുക ഇങ്ങനെ എന്താ പറയാ ഇത്ര വിസിൽ എന്നുള്ള നല്ല നോക്കാം, ഒരു 20-25 മിനിറ്റ് വെക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ സിമ്മിലിടും. സിമ്മിലിട്ടിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് ടു 25 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും വെക്കൂട്ടെ. കാരണം കടല ചെയ്തോട് പെട്ടെന്ന് അങ്ങനെ വെന്ത് ഉടയൊന്നും ഇല്ല, ഒരു 5 മിനിറ്റ് ഒന്ന് വൈകിട്ട് തുറന്നാലും. അപ്പൊ ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് പിന്നെ തന്നെ അതിലത്തെ അത് പോയി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാനിപ്പോ കുക്കറിൽ വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ എടുക്കാറുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള വേണം, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, ഇഞ്ചി എടുക്കാം. ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ നമുക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് വെളുത്തുള്ളി മാത്രമേ എടുക്കാറുള്ളൂ, ഇഞ്ചി അങ്ങനെ എടുക്കാറില്ല. ഇപ്പൊ ഞാനിവിടെ ഇതൊക്കെ നോക്കിയപ്പോ നമുക്ക് തക്കാളി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി തക്കാളി മേടിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഇനി വെക്കാനായിട്ട്. എന്തായാലും ഇത് വിസിലൊക്കെ വന്നു വരുമ്പോൾ അരമണിക്കൂർ പിടിക്കും കടല വേവാനായിട്ട്. അപ്പൊ എന്തായാലും അപ്പോഴേക്കും മേടിച്ചിട്ട് വരണം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വെക്കാം. കീനേൻ്റെ ഇടയിലാണ് കേട്ടോ അന്നമ്മ വന്നിട്ട് അന്നമ്മൂന് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനിടയിൽ അന്നമ്മൂനുള്ള ഓറഞ്ച് ഞാനൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാൻ. ഫസ്റ്റ് തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്കനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോൾ നമ്മളതിങ്ങനെ വാട്ടിയെടുക്കുമല്ലോ, സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്. അതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരൊറ്റ സവാള എടുത്താൽ മതി. അതിന് ഇതുപോലെ നല്ല നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതിനും ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. പൊതുവെ ഞാൻ ഇഞ്ചി എടുക്കാറില്ല കേട്ടോ, പക്ഷെ എന്തായാലും ഇത് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ കറക്റ്റ് നമ്മളെങ്ങനെ വെക്കാന്നുള്ള രീതിയിൽ കാണിക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി, അങ്ങനെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാറ്. എന്തായാലും തക്കാളി നമ്മുടെ അവിടെ എത്തിയിട്ടില്ല, എന്നാലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് വാട്ടി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് തക്കാളി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ബാക്കി പണികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ പാനിലൊഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും പിന്നെ അതുപോലെ തന്നെ 2-3 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ 2ആയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ.
സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഇത് മുരിഞ്ഞ് വരാനായിട്ട്. അങ്ങനെ സവാളയൊക്കെ നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികൾ ഇടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ മുളക് പൊടിയേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം നമുക്കിവിടെ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കൂടുതൽ പെപ്പർ പൗഡറാണ് നമ്മളിവിടെ ചേർക്കാറ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി കുറച്ച്, പിന്നെ കുരുമുളക് പൊടി കുറച്ച്, വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുക, അങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ബാക്കി മുളക് പൊടിയും കുരുമുളക് പൊടിയിൽ ഞാൻ മുളക് പൊടി കുറച്ച് എടുക്കുള്ളൂ. കൂടുതൽ എരിവിന് ഞാൻ കുരുമുളക് പൊടി എടുക്കാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ അത് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ട് കൂടുതൽ എരിവിന് ഞാൻ കുരുമുളക് പൊടി ഇടാം. നമ്മുടെ പകുതി മുക്കാൽ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും അതുപോലെ ബാക്കിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കിട്ടിയിട്ടില്ല. അപ്പോൾ തക്കാളിയും കൂടിയും കിട്ടിയിട്ട് വേണം ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലേക്ക് ചേർക്കാം. അപ്പോൾ കടല ഞാൻ നേരത്തെ തന്നെ വേവിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഉപ്പിടാറില്ല. കാരണം ഉപ്പിട്ട് കഴിയുമ്പോൾ വേവാനായിട്ട് കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. പെട്ടെന്ന് ഉടഞ്ഞ്, അതായത് വേവില്ല. അപ്പോൾ വേവുന്നത് വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഉപ്പിടില്ല. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഏറ്റവും നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളി നോക്കി എടുക്കാം കേട്ടോ. ഒരെണ്ണം മതി, ഒരൊറ്റ തക്കാളി മതി. എന്നിട്ട് അതിനെ നമ്മൾ നല്ല പോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വേവാനായാലും സമയം വേഗത്തിലാവുമല്ലോ. കുറച്ച് വലിയ പീസാക്കണേക്കാൾ. അപ്പോൾ ഞാനതിനെ നീളത്തിൽ നല്ലോണം കനം കുറച്ച് അരിഞ്ഞിട്ട് പിന്നെയും അതിനെ ഒന്നും കൂടി നല്ല പോലെ സ്ലൈസ് ചെയ്തിട്ട് നല്ല തിന്നാക്കിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ സവോളയും അതുപോലെ പച്ചമുളകൊക്കെ വാട്ടി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്കിതിലേക്ക് ലാസ്റ്റിൽ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പോൾ ആ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് ആയി കിട്ടും. നമുക്കിതിലേക്ക് എന്നിട്ട് കടല വേവിച്ചപ്പോൾ അല്ലെങ്കിൽ വേവിക്കുമ്പോൾ അതിലത്തെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, നമുക്ക് അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കടലയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് വരും. അപ്പോൾ ആ വേവിച്ചതിൻ്റെ കടലയിലത്തെ ആ വെള്ളം തന്നെ എടുക്കുമ്പോൾ, കാരണം തക്കാളി ഒന്നും കൂടി അത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഇനി ഇത് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കുമ്പോൾ തക്കാളിയിലത്തെ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതൊരു നല്ലൊരു പേസ്റ്റ് പോലെ ആവും. ഒരു 5-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അതുപോലെ തക്കാളിയൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഇനി കടലയും കൂടി ഇട്ട് കൊടുക്കാം. കടലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാറുണ്ട്. ആ മസാലയും അല്ലെങ്കിൽ ഇനി ഈ ഒരു സമയത്താണ് അതിൽ എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ കടല വെന്ത് നന്നായി തിളച്ച് അതൊരു വെള്ളമൊക്കെ കുറഞ്ഞ് ഒരു കട്ടിയായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കടലക്കറിക്ക് എപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റിൽ അതിലേക്ക് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ഇനി പുട്ട് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെയോ ഇനി ചായയുടെ കൂടെ വേണമെങ്കിലും ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും നമ്മളിവിടെ കഴിക്കാനായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.